ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമുക്ക് ഭാഗവതം ദശമസ്കന്ധത്തിലെ 42-ാം അധ്യായം ആദ്യത്തെ 14 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചു. തുടർന്നുള്ള ഭാഗമാണ് കാണേണ്ടത്. ആദ്യത്തെ 14 ശ്ലോകങ്ങളെ കൊണ്ട് സൈരന്ത്രി അല്ലെങ്കിൽ കുബ്ജ അല്ലെങ്കിൽ ത്രിവക്ര എന്നൊക്കെ അറിയപ്പെടുന്ന 3 വളവുള്ള കൂനുള്ള വിരൂപയായിരുന്ന കംസന്റെ ഭൃത്യ കുറിക്കൂട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന അവൾക്ക് ഭഗവാൻ അനുഗ്രഹം ചെയ്യുന്ന കഥയാണ് കണ്ടത്. അവളുടെ പുറത്തുള്ള വളവുകളൊക്കെ മാറ്റി അവളെ ഋജുവാക്കി തീർത്തു. സുന്ദരിയായി തീർന്ന അവൾ ഭഗവാനെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുന്നതും ഭഗവാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള അതുവരയ്ക്കുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി തുടർന്ന് ധനുർഭഞ്ജനം എന്ന് പറയാം. കംസന്റെ ധനുർയാഗം നടക്കുന്ന ശാലയിലേക്ക് രാമകൃഷ്ണന്മാർ ചെല്ലുന്നതും അവിടെ അതിക്രമിച്ച് ചെന്ന് പൂജിച്ചു കൊണ്ടിരുന്ന ധനുസ്സിനെ എടുത്ത് ഞാൻ വലിച്ചു കെട്ടുമ്പോൾ അത് 2ആയി മുറിയുന്നതും, ഈ ഒരു കാര്യത്തിൽ ഭഗവാനെ തടയാൻ വരുന്ന കംസന്റെ ഭൃത്യന്മാരായിട്ടുള്ള ആളുകളെ 500ഓളം ഭടന്മാരെ ഏട്ടനും അനിയനും കൂടി ആ വില്ലിന്റെ കഷ്ണങ്ങൾ കൊണ്ട് അടിച്ച് വധിക്കുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പ്രാണനും കൊണ്ട് ഓടിപ്പോകുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ വില്ലൊടിയുന്ന ശബ്ദം ആ മധുരാപുരിയെ മുഴുവൻ വിറപ്പിച്ചു. കംസന് ഭയം വർദ്ധിച്ചു. അങ്ങനെ കംസന് ഉറക്കമില്ലാതായി. ദുശകുനങ്ങളൊക്കെ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് തുടർന്നു വരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസമാണ് പിന്നെ മല്ലയുദ്ധം എന്നുള്ള പരിപാടി. അതിൻ്റെ ഒരുക്കങ്ങളും മല്ലയുദ്ധം ആ രംഗത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നതും മല്ലയുദ്ധവുമൊക്കെ തുടർന്നു വരും. അപ്പോൾ നമുക്ക് 42-ാം അധ്യായം വായിക്കാം. എന്നിട്ട് 15 മുതൽക്കുള്ള ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 42-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അഥ വ്രജൻ രാജപഥേന മാധവഃ സ്ത്രിയം ഗൃഹീതാംഗവിലേപഭാജനാം വിലോക്യ കുബ്ജാം യുവതീം വരാനനാം പപ്രച്ഛയാന്തീം പ്രഹസൻ രസപ്രദഃ. കാ ത്വം വരോർവേദദുഹാനുലേപനം കസ്യാംഗനേ വാ കഥയസ്വ സാധുനഃ. ദേഹ്യാവയോരംഗവിലേപമുത്തമം ശ്രേയസ്തദസ്തേന ചിരാത് ഭവിഷ്യതി. സൈരന്ദ്ര്യുവാച. ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മതാ ത്രിവക്രനാമാ ഹ്യനുലേപകർമ്മണി മദ്ഭാവിതം ഭോജപതേരതിപ്രിയം വിനായുവാം കോന്യതമസ്തദർഹതി. രൂപപേശലമാധുര്യഹസിതാലാപവീക്ഷിതൈഃ ദർശിതാത്മാ ദദൗ സാന്ദ്രം ഉഭയോരനുലേപനം. തതസ്തൗ അംഗരാഗേണ സ്വവർണേതരശോഭിന സംപ്രാപ്ത പരഭാഗേന ശുശുഭാതേനുരഞ്ജിതൗ
പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ഫലം പദ്ഭ്യാമാക്രമ്യ പ്രപദേ ദ്വ്യങ്കുല്യുത്താനപാണിന പ്രഗൃഹ്യ ചിബുകേധ്യാത്മം ഉദനീനമദച്യുതഃ സാ തദർജു സമാനാംഗി ബൃഹത്ശ്രോണിപയോധര മുകുന്ദസ്പർശനാത് സദ്യോ ബഭൂവ പ്രമദോത്തമ തതോ രൂപഗുണൗദാര്യ സമ്പന്നാ പ്രാഹ കേശവം ഉത്തരീയാന്തമാകൃഷ്യ സ്മയന്തി ജാതഹൃച്ഛയാ ഏഹി വീരാഗൃഹം യാമോ നത്വാം ത്യക്തുമിഹോത്സഹേ ത്വയോന്മഥിതചിത്തായാഃ പ്രസീത പുരുഷർഷഭ ഏവം സ്ത്രിയാ യാച്യമാനഃ കൃഷ്ണോ രാമസ്യ പശ്യതഃ മുഖം വീക്ഷ്യാനുഗാനാം ച പ്രഹസൻ താമുവാചഃ യേഷ്യാമി തേ ഗൃഹം സുബ്രൂഃ പുംസാം ആദിവികർശനം സാധിതാർത്തോ അഗൃഹാണാം നഃ പാന്ധാനാം ത്വം പരായണം വിസൃജ്യ മാധ്വ്യാവാണ്യാതാം വ്രജന്മാർഗേ വണിക്പതൈഃ നാനോപായന താംബൂലസ്രഗന്ധൈ സാഗ്രചോർച്ചിതഃ തദ്ദർശനസ്മരക്ഷോഭാദാത്മാനം നാവിദൻ സ്ത്രിയഃ വിസ്രസ്തവാസക്കപരവലയാലേഖ്യമൂർത്തയഃ തതഃ പൗരാൻ പൃച്ഛമാനോ ധനുഷഃ സ്ഥാനമച്യുതഃ തസ്മിൻ പ്രവിഷ്ടോ ദദൃശേ ധനുർ ഐന്ദ്രമിവാദ്ഭുതം പുരുഷൈർബഹുഭിർഗുപ്തമർച്ചിതം പരമർദ്ധിമത് വാര്യമാണോ നൃഭികൃഷ്ണഃ പ്രസഹ്യ ധനുരാദദേ കരേണ വാമേന സലീലമുദ്ധൃതം സജ്ജം ച കൃത്വാ നിമിഷേണ പശ്യതാം നൃണാം വികൃഷ്യ പ്രബഭം ച മധ്യതോ യഥേക്ഷുദണ്ഡം മദകര്യുരുക്രമഃ ധനുഷോ ഭജ്യമാനസ്യ ശബ്ദഃ ഖം രോദസീ ദിശഃ പൂരയാമാസ യം ശ്രുത്വാ കംസഃ ത്രാസം ഉപാഗമത് തദ്രക്ഷിണഃ സാനുചരാः കുപിതാ ആതതായിനഃ ഗൃഹീതു കാമാ ആവവൃഹു ഗൃഹ്യതാം ബധ്യതാം ഇതി അദതാൻ ദുരഭിപ്രായാൻ വിലോക്യ ബലകേശവൗ ക്രുദ്ധൗ ധന്വന ആദായ ശകലേ താംശ്ച ജഗ്നദുഃ ബലം ച കംസപ്രഹിതം ഹത്വാ ശാലാമുഖാത്തതഃ നിഷ്ക്രമ്യ ചേരദുർഹൃഷ്ടൗ നിരീക്ഷ്യ പുരസമ്പതഃ തയോസ്തദത്ഭുതം വീര്യം നിശാമ്യ പുരവാസിനഃ തേജഃ പ്രാഗൽഭ്യം രൂപം ച മേനിരേ വിബുധോത്തമൗ തയോർവിചരതോ സ്വൈരം ആദിത്യോസ്തമുപേയിവാൻ കൃഷ്ണരാമൗ വൃതൗ ഗോപൈഃ പുരാത് ശകടമീയതുഃ ഗോപ്യോ മുകുന്ദവിഗമേ വിരഹാതുരായാ ആശാസദാശിഷവൃതാ മധുപുര്യഭൂവൻ സംപശ്യതാം പുരുഷഭൂഷണഗാത്രലക്ഷ്മീം ഹിത്വേതരാന്നു ഭജതശ്ചകമേ അയനം ശ്രീഃ അവനിക്താംഗ്രിയുഗളൗ ഭുക്ത്വാ ക്ഷീരോപസേചനം ഊഷദുസ്താം സുഖം രാത്രിം ജ്ഞാത്വാ കംസചികീർഷിതം കംസസ്തു ധനുഷോ ഭംഗം രക്ഷിണാം സ്വബലസ്യ ച വധം നിശമ്യ ഗോവിന്ദരാമവിക്രീഡിതം പരം ദീർഘപ്രജാകരോ ഭീതോ ദുർനിമിത്താനി ദുർമതിഃ ബഹൂന്യചഷ്ടോ ഭയദാ മൃത്യോർദൗത്യകരാണി ച അദർശനം സ്വശിരസഃ പ്രതിരൂപേ ച സത്യപി അസത്യപി ദ്വിതീയേ ച ദ്വൈരൂപ്യം ജ്യോതിഷാം തദാ ഛിദ്രപ്രതീതിഃ ഛായായാം പ്രാണഘോഷാനുപസൃതിഃ സ്വർണപ്രതീതിർവൃക്ഷേഷു സ്വപദാനാം അദർശനം സ്വപ്നേ പ്രേതപരിഷ്വംഗഃ ഖരയാനം വിഷാദനം യായാന്നളതമാല്യേകഃ തൈലാഭ്യക്തോ ദിഗംബരഃ അന്യാനി ചേത്തം ഭൂതാനി സ്വപ്നജാഗരിതാനി ച പശ്യൻ മരണസന്ത്രസ്തോ നിദ്രാം ലേഭേന ചിന്തയാം വ്യുഷ്ടായാം നിശി കൗരവ്യ സൂര്യേ ചാദ്യഃ സമുത്ഥിതേ കാരയാമാസ വൈ കംസോ മല്ലക്രീഡാമഹോത്സവം ആനർച്ചുഃ പുരുഷാരംഗം തൂര്യഭേര്യശ്ച ജഗ്നിരേ മഞ്ജാശ്ചാലങ്കൃതാ സ്രഗ്ഭിഃ പതാകാ ചൈലതോരണൈഃ തേഷു പൗരാജാനപദാ ബ്രഹ്മക്ഷത്രപുരോഗമാഃ യഥോപജോഷം വിവിശുഃ
രാജാനശ്ച കൃതാസനാഃ कंसः परिवृतो मात्यैः राजमञ्चे उपाविशत् मण्डलेश्वरमध्यस्थो हृदयेन विधूयता वाद्यमानेषु तूर्येषु मल्लतालोत्तरेषु च मल्लास्वलङ्कृता दृप्ताः सोपाध्याया समाविशन् चाणूरो मुष्टिककूडः शलस्तोशल एव च त आसेतुरुपस्थानं वल्गुवाद्यप्रहर्षिताः नन्दगोपादयो गोपा भोजराजसमाहुताः निवेदितोपायनास्ते एकस्मिन् मञ्च आविशन्। हरि ओम्। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे मल्लरङ्गोपवर्णनं नाम 42तमोऽध्यायः। सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते। നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽക്കുള്ള നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഹരി ഓം. പറയുമാതിരി ഇന്ന് ഭാഗവത ജ്ഞാനഗംഗ 900 എപ്പിസോഡ് പൂർത്തിയാവുകയാണ്. 9ാമത്തെ സെഞ്ചുറി പൂർത്തീകരിക്കുകയാണ്. ഇനിയും ഒരു 5ഓ 6ഓ സെഞ്ചുറിയൊക്കെ വേണ്ടി വരും. കാരണം ഏകാദശ സ്കന്ധം അത്രയും ഗംഭീരമാണല്ലോ. നോക്കാം. അപ്പോൾ 900 എപ്പിസോഡുകൾ ഭാഗവത ജ്ഞാനഗംഗ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഇതെല്ലാറ്റിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ തുടർച്ചയായ ശ്രദ്ധ ഇനിയും തുടർന്നിരിക്കട്ടെ ഭാഗവതത്തിൻ്റെ പൂർത്തീകരണത്തിനായിക്കൊണ്ട്. നാരായണ. ഓം. അപ്പോൾ ദശമസ്കന്ധം പൂർവാർദ്ധത്തിലെ 42ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 41ാം അധ്യായത്തിൽ ഭഗവാന്റെ മധുരാപുരി പ്രവേശം ആരംഭത്തിൽ വളരെ വിശദമായി വർണ്ണിച്ചു. അതിനുശേഷം രചകനെ നിഗ്രഹിച്ചതും വായകനെയും മാലാകാരനെയും അനുഗ്രഹിച്ചതുമായിട്ടുള്ള കഥകൾ ഓർമ്മിക്കുക നമ്മൾ കണ്ടു. ഈ 42ാം അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളെ കൊണ്ട് കുബ്ജയെ അവളുടെ കൂനുമാറ്റി സുന്ദരിയാക്കി തീർത്തു. അതിന് ഭഗവാൻ ചെയ്ത മർമ്മ ചികിത്സയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അവളുടെ 2 പാദങ്ങളിലും പുറവടിയിൽ ഭഗവാൻ തൻ്റെ 2 പാദങ്ങളെ എടുത്തു വെച്ച് ഭഗവാൻ അവളുടെ താടിക്ക് പിടിച്ച് ഒരു നിവർത്തി 2 വിരലുകളെ കൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇടത് കൈ കൊണ്ട് അവളുടെ ശരീരത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും, താങ്ങി പിടിച്ചിട്ടുണ്ടാവും ആ വളവ് നൂർത്താനായിക്കൊണ്ട്. എന്തായാലും സർവശക്തനായിട്ടുള്ള ഭഗവാൻ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ വളവൊക്കെ എന്ത് അല്ലേ. ഈ പ്രപഞ്ചമേ ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പൊ പിന്നെ ഒരു വ്യക്തിയുടെ ഒരു 3 വളവ് ശരീരത്തിലുള്ളത് മാറ്റാൻ ഭഗവാന് വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട് അതൊന്നും അത്ഭുതമല്ല.
ഭഗവാനെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യം. എന്തായാലും അവൾ തന്നെയായി ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ സ്പർശം എല്ലാം കൊണ്ടും തൻ്റെ സ്വാഭാവികമായുണ്ടായിരുന്ന, ജന്മനാ ഉണ്ടായിരുന്ന വക്രതയെല്ലാം മാറി അവൾ നല്ല സുന്ദരിയായി ഋജു ശരീരത്തോടു കൂടിയവളായി മാറി. നല്ല പൃഥുവായ ശ്രോണിയും പൃഥുവായ സ്തനങ്ങളുമൊക്കെയായി മിസ് മധുരാപുരിയായി മാറി. അവൾ ലജ്ജയോടെ ഭഗവാന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നമുക്ക് പോകാം, എൻ്റെ വീട്ടിലേക്ക് പോകാം, ഗൃഹം യാമഹ എന്ന് പറഞ്ഞ് ക്ഷണിച്ചുവെങ്കിലും ഭഗവാൻ പറഞ്ഞു, നല്ല മധുരമായിട്ടുള്ള വാക്കുകളുണ്ട്, ഏഷ്യാമിതേ ഗൃഹം സുബ്രൂ, തീർച്ചയായിട്ടും ഞാൻ നിന്റെ ഗൃഹത്തിലേക്ക് വരാം. അത് പുരുഷന്മാർക്ക് ആദിയെ ഇല്ലാതാക്കുന്നതാണല്ലോ നിന്റെ ഗൃഹം. അപ്പൊ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിതാർത്ഥ അഹമേഷ്യാമി. അങ്ങനെ പറഞ്ഞ് അവളെ ഉപേക്ഷിച്ച് അവളോട് യാത്ര പറഞ്ഞ് സഞ്ചാരപഥങ്ങളിലൂടെ എല്ലാവരാലും സൽക്കാരം ചെയ്യപ്പെട്ടുകൊണ്ട് ഭഗവാൻ സഞ്ചരിക്കുമ്പോൾ ആ പുരസ്ത്രീകൾ ഭഗവാനെ കണ്ട് മതിമറന്ന് അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നതോ തലമുടി അഴിയുന്നതോ കയ്യിലെ വളകൾ ഊർന്നു പോകുന്നതോ അറിയാതെ ചിത്രം വരച്ച പോലെയുള്ള മൂർത്തികളായിട്ട് കുടികൊണ്ടു ഭഗവാനെ ദർശിച്ചു കൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ഭഗവാനെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സ്മരക്ഷോഭം ഉണ്ടായി എന്ന് പറയുന്നത്. തദ്ദർശന സ്മരക്ഷോഭാത് ആത്മാനം നാവിതൻ സ്ത്രീയ. ഭഗവാനെ ദർശിക്കുമുണ്ടാകുന്ന സ്മരക്ഷോഭം അതവരെ കർഷിപ്പിച്ചു, കൃശഗാത്രരാക്കി. അതാണ് വളകളൊക്കെ ഊരി വീഴുന്നതും വസ്ത്രമഴിഞ്ഞു വീഴുന്നതുമെല്ലാം. അപ്പോൾ ആ ഒരു ഭാരവശ്യത്തെ, ഒരു ഉന്മാദാവസ്ഥയെ, ദേഹാഭിമാനമില്ലാതെയായിത്തീർന്ന, ലജ്ജയില്ലാതായിത്തീർന്ന ഒരവസ്ഥയെ പുരസ്ത്രീകൾ പ്രാപിച്ചത് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത് 14-ാം ശ്ലോകത്തില്. തുടർന്നുള്ള ഭാഗം നമുക്ക് കാണാം. ഭഗവാൻ ആ ധനുർയാഗശാലയിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള ലീലകളും. 15-ാം ശ്ലോകം മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധത്തിലെ 42-ാം അധ്യായം 15-ാം ശ്ലോകം മുതൽ തുടരുകയാണ്. തതഃ പൗരാൻ പൃച്ഛമാനോ ധനുഷഹസ്താനമച്യുതഃ തസ്മിൻ പ്രവിഷ്ടോ ദദൃശേ ധനുർ ഐന്ദ്രമിവാദ്ഭുതം. തതഃ പൗരാൻ പൃച്ഛമാനോ ധനുഷഹസ്താനമച്യുതഃ തസ്മിൻ പ്രവിഷ്ടോ ദദൃശേ ധനുർ ഐന്ദ്രമിവാദ്ഭുതം. ഭഗവാൻ യാത്ര, മധുരാപുരി ദർശനം തുടരുകയാണ്. തതഃ അനന്തരം. ഇവിടെ തതഃ എന്ന് പറയുമ്പോൾ ആ കുബ്ജയെ അനുഗ്രഹിച്ച് പുറപ്പെട്ടു പോകുന്ന ഭഗവാൻ എന്നർത്ഥം. ഭഗവാൻ എന്ത് ചെയ്തു? അച്യുതനാണ് ഭഗവാൻ. പൗരാൻ ധനുഷഃ സ്ഥാനം പൃച്ഛമാനഃ. പൗരാൻ, പുരവാസികളായിട്ടുള്ള ജനങ്ങളോട് അദ്ദേഹം എന്താ ചോദിക്കുന്നത്? ധനുഷഃ സ്ഥാനം പൃച്ഛമാനഃ. പൃച്ഛമാനഃ ചോദിക്കുന്നവനായിട്ട്. എന്താ ചോദിക്കുന്നത്? ധനുഷഃ സ്ഥാനം. ധനുഷഃ സ്ഥാനം കുത്ര? അവിടെയുള്ള ആളുകൾ, കണ്ടു നിൽക്കുന്നവരായ ജനങ്ങളിൽ പലരോടും, പ്രമുഖരായിട്ടുള്ളവരോട് ചോദിച്ചിട്ടുണ്ടാവും, എവിടെയാണ് ഈ ധനുർയാഗം നടക്കുന്ന സ്ഥലം? എവിടെയാണ് ആ ധനുസ് വെച്ച് പൂജിക്കുന്നത്? ഞങ്ങൾക്ക് കാണണമെന്നുണ്ട് എന്ന് അവരെ അറിയിച്ചു. അവരോട് ചോദിച്ചു. ചോദിക്കൽ വാസ്തവത്തിൽ ഭഗവാൻ എന്തെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആരോടെങ്കിലും? എല്ലാം എവിടെ, എന്ത്, എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയുന്ന ആളല്ലേ, സർവജ്ഞനല്ലേ, സർവവ്യാപിയല്ലേ. അപ്പോ സ്ഥാനം അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെയോ, ഞാൻ അവിടേക്കാ പോണ, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ ചില കളികളൊക്കെ കാണാം
എന്നുള്ള അവരെ ഒരു ആഹ്വാനം കൂടിയാണ് ഈ വില്ല് എവിടെയാ വെച്ചിരിക്കണത് എന്നുള്ള ഭഗവാന്റെ ചോദ്യത്തിന്റെ താല്പര്യം. അല്ലാതെ വഴി ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ലോകത്തിന് മുഴുവൻ വഴി കാണിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാവർക്കും ഗുരുവാണ്, ജഗദ്ഗുരുവാണ്. അങ്ങനെയുള്ള ഭഗവാന് ഈ നിസാരമായിട്ടുള്ള ധനുർയാഗശാലയ്ക്ക് ഏരിയ പോണ്ട വഴി എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഒരു മനുഷ്യനെ പോലെ, സാധാരണ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ, ഒരു അജ്ഞനെ പോലെ ഭഗവാൻ ഭാവിക്കുകയാണ്, എല്ലാവരെയും ഒന്ന് മോഹിപ്പിക്കാനായിക്കൊണ്ട്. അങ്ങനെ ഭാവിച്ചുകൊണ്ട് താൻ ധനുർയാഗശാലയിലേക്കാണ് പോകുന്നത്. വരുന്നവർക്ക് എൻ്റെ കൂടെ വരാം, നിങ്ങൾക്ക് ഞാൻ ചില കളികളൊക്കെ കളിക്കാൻ പോണ്ട്, ലീലകൾ ചെയ്യാൻ പോണ്ട്, വേണമെങ്കിൽ കാണാമെന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ് എന്ന് പറയാം. അപ്പം അങ്ങനെ ധനുഷഃ സ്ഥാനം പൃച്ഛമാനഃ അച്യുതഃ തസ്മിൻ പ്രവിഷ്ടഃ. അങ്ങനെ ആളുകൾ ആരൊക്കെ സൂചിപ്പിച്ചു കൊടുത്തു വഴി, അതിലേക്ക് നേരെ ചെന്നു. തസ്മിൻ പ്രവിഷ്ടഃ, അവിടേക്ക് പ്രവേശിച്ചവനായിട്ടുള്ള അദ്ദേഹം ദദൃശേ ധനുഹു ഐന്ദ്രം ഇവ അത്ഭുതം. അപ്പൊ ധനുഹു ദദൃശേ, അദ്ദേഹം ധനുസ്സിനെ ദർശിച്ചു, കണ്ടു. എങ്ങനെയുള്ള ധനുസ്? ഐന്ദ്രം ധനുഹു ഇവ അത്ഭുതം, ഇന്ദ്രന്റെ ധനുസ് പോലെ അത്ഭുതമായിരിക്കുന്നത് എന്നാ പറഞ്ഞു. ഇന്ദ്രന്റെ ധനുസ് നമുക്കൊക്കെ അറിയാവുന്ന ധനുസ്സാണ്, നമ്മളൊക്കെ ഇടയ്ക്ക് കാണുന്ന ധനുസ്സാണ്. ഏതാണ് ആ ഇന്ദ്രധനുസ്? ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ്. മഴവില്ല് ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു വലിയ വില്ലാണ് അല്ലേ? സപ്തവർണ്ണങ്ങളോടുകൂടി എത്ര കണ്ടാലും മതിയാവാതെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായിട്ടുള്ളവർ വരെ കൊതിയോടുകൂടെ നോക്കി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഐന്ദ്രം ധനു, ഇന്ദ്രധനുസ്. ആ സപ്തവർണ്ണങ്ങൾ അതിലിങ്ങനെ പ്രകാശിക്കുന്നത് പോലെ ഈ ധനുസ്സില് രത്നങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, രത്നങ്ങൾ പതിച്ചിട്ടുണ്ടാവും. സപ്തവർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ അല്ലെങ്കിൽ നവരത്നങ്ങളൊക്കെ പതിച്ച് അതിൻ്റെ ആ ഒരു പ്രകാശ കിരണങ്ങളാണ് ഇവിടെ ഇന്ദ്രധനുസ്സിനോട് ഇതിനെ ഉപമിക്കാൻ കാരണം. അല്ലെങ്കിൽ വില്ലിനോട് ഉപമിക്കുകയാണെങ്കിൽ ശ്രീരാമന്റെ കയ്യിലെയോ അർജുനന്റെ കയ്യിലെയോ മഹാദേവന്റെ കയ്യിലെ പിനാകത്തെയോ ഒക്കെയാണ് ഉപമിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആ വില്ലിന്റെ വലുപ്പമോ ഗാംഭീര്യമോ അല്ല ഇവിടെ ഉദ്ദേശം, അതിന്റെ സൗന്ദര്യം, അതിന്റെ ആ ഒരു എന്താ പറയുക, സപ്തവർണ്ണങ്ങളിലുള്ള രത്നങ്ങളുടെയൊക്കെ പ്രകാശം, അതിനെ ഉപമിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രധനുസ്സിനോട് ഉപമിച്ചത്. ഐന്ദ്രം ഇവ അത്ഭുതം ധനുഹൂദൃശേ, ഇന്ദ്രധനുസ് പോലെ അത്ഭുതമായിരിക്കുന്ന ധനുസിനെ ഭഗവാൻ ദർശിച്ചു എന്നാണ്. പുരുഷൈർ ബഹുഭിർഗുപ്തം അർച്ചിതം പരമർദ്ധിമത് വാര്യമാണോ നൃഭിഃ കൃഷ്ണഃ പ്രസഹ്യ ധനുരാദതേ. പുരുഷൈർ ബഹുഭിർഗുപ്തം അർച്ചിതം പരമർദ്ധിമത് വാര്യമാണോ നൃഭിഃ കൃഷ്ണഃ പ്രസഹ്യ ധനുരാദതേ. അപ്പൊ അവിടെ ധനുർയാഗത്തിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും അവിടെ ബ്രാഹ്മണരും മറ്റുമൊക്കെ ചുറ്റും ഇരുന്ന് അതിനെ പൂജിക്കുന്നുണ്ട്, മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അതാണ് ഇവിടെ പുരുഷൈഹി ബഹുബിഹി ഗുപ്തം അർച്ചിതം പരമർദ്ധിമത്. അപ്പൊ ബഹുബിഹി പുരുഷൈഹി ഗുപ്തം, അവിടെ അനേക ഭടന്മാര് അതിനെ രക്ഷിക്കാൻ കാവൽ നിൽപ്പുണ്ട്. ആയുധധാരികളായിട്ടുള്ള ഭടന്മാര് കാവൽ നിൽപ്പുണ്ട്. അതാണ് ബഹുബിഹി പുരുഷൈഹി ഗുപ്തം. ഗുപ്തം ഗോപനം ചെയ്യപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത്. അർച്ചിതം, അർച്ചിതം എന്ന് പറഞ്ഞാൽ ബഹുബി പുരുഷൈഹി അർച്ചിതം, അനേക പുരോഹിതന്മാരാലും മറ്റൊക്കെ പൂജിക്കപ്പെടുന്നതും പൂജ നടക്കുന്നുണ്ട്. പരമഋദ്ധിമത്, പരമമായ ഋദ്ധിയോടുകൂടിയത്, പരമമായ ഐശ്വര്യത്തോടുകൂടിയത്, അഭിവൃദ്ധിയോടുകൂടിയത്, കാന്തിയോടുകൂടിയത് എന്നൊക്കെ അർത്ഥം. അത്ഭുതമായിട്ടുള്ള ആ ധനുസ് പരമർദ്ധിമത്. അങ്ങനെ ഭഗവാൻ അതിന്റെ അടുത്തേക്ക് കാണാനെന്ന വ്യാജേന കൂടുതൽ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അതിന് ഒരു പരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, എവിടെ നിന്ന് കാണണം എന്നൊക്കെ. ഏതൊരു യാഗശാലയിൽ ചെന്നാലും യാഗശാലയ്ക്ക് ചുറ്റും അതിർത്തികൾ അല്ലെ, ചുറ്റും വേലി കെട്ടിയതുപോലെയുള്ള അടയാളങ്ങൾ ഉണ്ടാവും. അത് കടന്ന് നമ്മൾ ചെന്ന് അതിക്രമിച്ച് കയറരുത്. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് നൃഭിഹി വാര്യമാണഃ,
കൃഷ്ണ നൃപി അവിടെയുള്ള നരന്മാരാൽ ആ കാവൽക്കാരാൽ വാര്യമാണ കൃഷ്ണ വാര്യമാണൻ നിവാരണം ചെയ്യപ്പെടുന്നവനായിട്ടും തടയപ്പെടുന്നവനായിട്ടും ആ ഭഗവാൻ പ്രസഹ്യ ധനുഹു ആകതേ പ്രസഹ്യ ബലാത്കാരേണ എന്ന് പറയാം. ഇപ്പൊ തന്നെ ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിക്കുകയോ അഥവാ തടയാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ബലാത്കാരേണ അവിടേക്ക് അതിക്രമിച്ചു കയറി പ്രസഹ്യ എന്ന് പറഞ്ഞാൽ ബലാത്കാരേണ ധനുഹു ആദതേ ആ ധനുസിനെ അങ്ങോട്ട് എടുത്തു എടുക്കാൻ പാടില്ല പൂജയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ ആരുടെയും അനുവാദമില്ലാതെ എല്ലാവരും തടയുമ്പോഴും അതിക്രമിച്ച് കയറി ആ വില്ലിനെ അങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെ വില്ലിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. കരേണ വാമേന സലീലമുദ്ധൃതം സജ്യം ച കൃത്വാ നിമിഷേണ പശ്യതാം നൃണാം വികൃഷ്യ പ്രബഭഞ്ച മധ്യതോ യദേക്ഷുദണ്ഡം മദകര്യുരുക്രമഃ. കരേണ വാമേന സലീലമുദ്ധൃതം സജ്യം ച കൃത്വാ നിമിഷേണ പശ്യതാം നൃണാം വികൃഷ്യ പ്രബഭഞ്ച മധ്യതോ യദേക്ഷുദണ്ഡം മദകര്യുരുക്രമഃ. അപ്പൊ അവിടെ ആളുകള് നോക്കി നിൽപ്പുണ്ട് കണ്ണിമ വെട്ടാതെ. അതാണ് അനിമിഷേണ പശ്യതാം നൃണാം. നൃണാം അനിമിഷേണ പശ്യതാം. നൃണാം അവിടെയുള്ള നരന്മാരെല്ലാവരും അനിമിഷേണ നിമേഷം ചെയ്യാതെ കണ്ണടയ്ക്കാതെ കണ്ണിമ വെട്ടാതെ പശ്യതാം സദാം എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കേ തന്നെ എല്ലാവരുടെയും മുമ്പിലാണ്. അല്ലാതെ ഒളിഞ്ഞിട്ടോ പാത്തിട്ടോ ഒന്നുമല്ല, ഭയപ്പെട്ടിട്ടൊന്നുമല്ല, നിർഭയനായിക്കൊണ്ട് എല്ലാവരും നോക്കി നിൽക്കേ എന്ത് ചെയ്തു? വാമേന കരേണ ഭഗവാൻ തന്റെ ഇടത്തെ കൈകൊണ്ട് വാമേന കരേണ സലീലം ഉദ്ധൃതം ലീലയാ സഹ ഇതി സലീലം ലീലയോടുകൂടി ക്രീഡയായിട്ട് ഒരു നിസ്സാരമായിട്ട് ഒരു പുൽക്കൊടി പറിച്ചെടുക്കുന്ന ലാഘവത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഉദ്ധൃതം അതിനെ ഉദ്ധരിച്ചു. എന്നിട്ടോ സജ്യം ച കൃത്വാ ആ വില്ലിനെ ധനുഹു സജ്യം കൃത്വ എന്ന് പറഞ്ഞാൽ ജ്യാ എന്ന് പറഞ്ഞാൽ ഞാണ്. അപ്പൊ ഞാണിനോട് ബന്ധിപ്പിക്കലാണ് സജ്യം ചെയ്യല്. സജ്ജീകരണം സജ്ജീകരണം എന്ന് പറഞ്ഞാല് ജ്യാബന്ധനം തന്നെയാണ്. വില്ല് ഞാൻ വലിച്ചു കെട്ടി യുദ്ധത്തിന് ഒരുങ്ങലിന് പേരാണ് സജ്ജീകരണം. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഒരുങ്ങുന്നതിന് ഈ പേര് വന്നു ചേർന്നു എന്നേ ഉള്ളൂ അല്ലേ. യുദ്ധത്തിനൊരുങ്ങൽ വില്ല് വലിച്ചു കെട്ടിയിട്ടാണ്, ഞാൻ വലിച്ചു കെട്ടിയിട്ടാണ്. അതിന്റെ യഥാർത്ഥ പേരാണ് സജ്ജീകരണം. ധനുഹു സജ്യം കൃത്വാ ധനുസിനെ സജ്ജമാക്കി ചെയ്തിട്ട് എന്നുള്ള പേര്. ശരിക്കും ഞാൻ വലിച്ചു കെട്ടലാണ് സജ്ജീകരണം, ഒരുക്കങ്ങൾ ചെയ്യാം. അപ്പൊ എന്തായാലും സജ്ജം ച കൃത്വാ വികൃഷ്യ അതിനെ ഒന്ന് ഞാൻ വലിച്ചു കെട്ടിയിട്ട് ഒന്ന് ഞാണൊലി ഉണ്ടാക്കാനായിക്കൊണ്ട് ഈ ഞാണിന് ടെൻഷൻ മതിയോ വേണ്ടത്ര വലിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കും പോലെ അല്ലെ ആ വില്ലിന്റെ ഞാണിനെ ഒന്ന് വലിച്ചു നോക്കി എന്നർത്ഥം. വികൃഷ്യ അപ്പോഴേക്കും അതെന്തായി? മധ്യതഃ പ്രബഭഞ്ച അതിന്റെ മുഖ്യമായിട്ടുള്ള ഭാഗത്തിന്റെ ആ തണ്ടിന്റെ മധ്യതഃ പ്രബഭഞ്ച അതിന്റെ മധ്യത്തിൽ വെച്ച് അത് പ്രകർഷേണ ബഭഞ്ച ഭഞ്ചിക്കപ്പെട്ടു. അത് തകർന്നു എന്നർത്ഥം, പൊട്ടിക്കപ്പെട്ടു. എങ്ങനെയാണോ ശ്രീരാമസ്വാമി സീതാസ്വയംവരത്തിന് മതില രാജധാനിയിൽ ചെന്ന് ആ ത്രംബക വില്ലിനെ എടുത്ത് കൊലയ്ക്കുമ്പോൾ അത് പൊട്ടിയത്, അതുപോലെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ കൊച്ചുകുട്ടി 11 വയസ്സ്, അവിടെ ശ്രീരാമസ്വാമി 16 വയസ്സായിരുന്നു അല്ലേ. അവിടെയും കോമളനായിട്ടുള്ള ഒരു 16 വയസ്സ് കുമാരൻ, ഇവിടെ 11 വയസ്സ് ബാലൻ. ഈ ഭഗവാനാണ് ഈ വില്ലിനെ നിസ്സാരമായിട്ട് അങ്ങോട്ട് വലിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ആ ടെസ്റ്റ് താങ്ങിയില്ല. ഇതാണ് വികൃഷ്യ മധ്യത പ്രബഭഞ്ച. ഏതുപോലെ? മതകരി ഇക്ഷുദണ്ഡം യഥാ എന്ന് പറഞ്ഞു. മതകരി എന്ന് പറഞ്ഞാൽ മതയാന. ഒരു മതയാന ഒരു കരിമ്പിൻ തോട്ടത്തിൽ ചെന്ന് ഒരു കരിമ്പിന്റെ കഷ്ണം പറിച്ച് അതിനെ പൊട്ടിക്കുന്ന ലാഘവത്തോടെ എന്നർത്ഥം. ആനയ്ക്ക് കരിമ്പ് പൊട്ടിക്കാൻ വല്ല പ്രയാസമുണ്ടോ?
അപ്പൊ അതുപോലെ അതിനിഷ്ടപ്പെട്ട കാര്യമാണത്. അപ്പൊ അതിന് തിന്നാൻ വേണ്ടിയിട്ടാണ് അത് മടക്കി ഒടിക്കുന്നത്, അത്രയും ലാഘവത്തോടെ. അപ്പൊ ഒരു മതകരി ഇക്ഷുദണ്ഡം യഥാ, കരിമ്പുദണ്ഡം എങ്ങനെയാണോ മതയാന പൊട്ടിക്കുക, അതുപോലെ ഇവിടെ ഭഗവാനെ വിശേഷിപ്പിച്ചു ഉരുക്രമഃ. ഉരുക്രമഃ എന്ന് പറഞ്ഞാൽ മുമ്പ് ത്രിവിക്രമനായി അല്ലെ, വാമനനായി അവതരിച്ച് ത്രിവിക്രമനായി വിശ്വം മുഴുവൻ അളർന്ന ആ വിരാട് പുരുഷൻ തന്നെയാണ് ഉരുക്രമൻ. ഉരുവായ ക്രമങ്ങളോടുകൂടിയവൻ, വലിയ കാൽവെപ്പുകളോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ വലിയ കർമ്മങ്ങളോടുകൂടിയവൻ. എത്രയോ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് ഈ കാര്യം നിസ്സാരം എന്ന് പറയാം. ഈ വില്ല് പൊട്ടിക്കല് നിസ്സാരമാണ്. ഒരു ആന കരിമ്പിൻ തണ്ട് പൊട്ടിക്കുന്ന ലാഘവത്തോടെ ഭഗവാൻ പൊട്ടിച്ചു കളഞ്ഞു എന്നാണ്. കരേണ വാമേന സലീലമുദ്ധൃതം സജ്യം ച കൃത്വാ നിമിഷേണ പശ്യതാം നൃണാം വികൃഷ്യ പ്രബഭഞ്ച മദ്യതോ യഥേക്ഷുദണ്ഡം മദകരിയുരുക്രമഃ. ധനുഷോ ഭജ്യമാനസ്യ ശബ്ദഃ ഖം രോദസീ ദിശഃ പൂരയാമാസ യം ശ്രുത്വാ കംസഃ ത്രാസമുപാഗമത്. ധനുഷോ ഭജ്യമാനസ്യ ശബ്ദഃ ഖം രോദസീ ദിശഃ പൂരയാമാസ യം ശ്രുത്വാ കംസഃ ത്രാസം ഉപാഗമത്. അപ്പോ ഭജ്യമാനസ്യ ധനുഷഃ ശബ്ദഃ, ഭജ്യമാനം ഭഞ്ജിക്കപ്പെട്ടത്, ആ ഭഞ്ജിക്കപ്പെട്ടതായിട്ടുള്ള ധനുസിന്റെ ശബ്ദം, ഗംഭീരമായിട്ടുള്ള ശബ്ദം, ആ വില്ലൊടിഞ്ഞ ശബ്ദം. ശ്രീരാമസ്വാമി വില്ലൊടിച്ചപ്പോഴും ഇടിവെട്ടിയിടും വണ്ണം അല്ലെ, വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ എന്നൊക്കെ പാടിയതുപോലെ ഇവിടെയും എന്ത് പറ്റി ആ ശബ്ദം? ഖം രോദസി ദിശഃ പൂരയാമാസ. മധുരാപുരി മാത്രമല്ല, ഖം ആകാശം, രോദസി അന്തരീക്ഷം, ദ്യാവാ പൃഥിവി എന്ന് ഭൂമിയും അന്തരീക്ഷവും ചേർന്നാണ് രോദസി എന്ന് പറയാം. ആ രോദസി ദിശഃ ദിക്കുകള്, 8 ദിക്കുകളിലേക്കും എല്ലാ ദിക്കുകളിലേക്കും പൂരയാമാസ, ഈ ശബ്ദം നിറഞ്ഞു എന്നർത്ഥം. ഈ ശബ്ദം കൊണ്ട് പൂരിപ്പിക്കപ്പെട്ടു. എല്ലായിടത്തും ഇടിവെട്ടുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് എല്ലാ ദിക്കിലും മുഴങ്ങി. യം ശ്രുത്വാ കംസഃ ത്രാസം ഉപാഗമത്. യം ശ്രുത്വ, ഏതൊരു ശബ്ദം ശ്രുത്വ, ഏതൊരു വില്ലൊടിയുന്ന ശബ്ദം കേട്ട് അദ്ദേഹം അന്തഃപുരത്തിലാണ്, രാജധാനിയിലാണ്, അദ്ദേഹത്തിന്റെ സഭയിലോ മറ്റിരിക്കുകയാണ്. ഈ ധനുര്യാഗശാല എത്രയോ ദൂരെയാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള ആ ഇടിവെട്ടുന്ന പോലെയുള്ള ശബ്ദം കേട്ട് യം ശ്രുത്വ കംസഃ ത്രാസം ഉപാഗമത്, ത്രാസത്തെ പ്രാപിച്ചു. ത്രാസം എന്നാൽ ഭയം, വല്ലാത്തൊരു നടുക്കത്തെ അദ്ദേഹം പ്രാപിച്ചു. ഇതെന്താ ഇത് എന്ന്, തന്റെ കാലൻ വന്നിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹത്തിന് ആ മരണമണി മുഴങ്ങുകയാണ് ഈ വില്ലിന്റെ ഈ ധ്വനി എന്ന് പറയാം. അങ്ങനെ ത്രാസം ഉപാഗമത്, ത്രാസത്തെ പ്രാപിച്ചു. തദ്രക്ഷിണഃ സാനുചരാഃ കുപിതാഃ ആഗതായിനഃ ഗ്രഹീതു കാമാ ആവവ്രുഹു ഗൃഹ്യതാം ബധ്യതാമിതി. തദ്രക്ഷിണഃ സാനുചരാഃ കുപിതാ ആഗതായിനഃ ഗ്രഹീതു കാമാ ആവവ്രുഹു ഗൃഹ്യതാം ബധ്യതാമിതി. തദ്രക്ഷിണഃ, തദ്രക്ഷിണഃ അതിനെ രക്ഷിക്കുന്നവർ, രക്ഷിക്കുന്ന ധനുയാഗശാലയിലെ ഭടന്മാര്. തദ്രക്ഷിണഃ സാനുചരാഃ അവരുടെ അനുചരന്മാരോടുകൂടി. അപ്പൊ പ്രമുഖന്മാരുണ്ടാവും, നേതാക്കന്മാരുണ്ടാവും, അവരുടെ കൂടെയുള്ള അല്ലെ മറ്റുള്ള അനുചരന്മാരായിട്ടുള്ള ഭടന്മാരും ഉണ്ടാവും. അവരെല്ലാം കുപിതാഹ, അവരെല്ലാം കോപിച്ചു. ഒന്നാമത് അവരെ ധിക്കരിച്ചുകൊണ്ടാണ് കയറി ചെന്നത് ഭഗവാൻ ഇതെല്ലാം ചെയ്തത്. രണ്ടാമത് ആ രാജാവിന്റെ ഈ പൂജയെ ഭഞ്ജിച്ചു, പൂജ മുടക്കി. കംസന്റെ ഇത്രയും വലിയൊരു യാഗം, ഇതാണ് പ്രധാന കാര്യമെന്ന് വിചാരിച്ച് വ്യാജേന നടത്തുന്നതാണ്. ഇതൊരു വ്യാജമാണ്. അതുകൊണ്ട് ഇതിന് ഭഞ്ജനം വന്നാൽ ഒരു കുഴപ്പമില്ല എന്ന് ഭഗവാൻ അറിയാം. നമ്മുടെ ദക്ഷൻ യാഗം നടത്തിയതുപോലെ ഒരു വ്യാജയാഗമായിരുന്നു ദക്ഷന്റെ ആദ്യത്തെ യാഗം. അതാണ് മഹാദേവൻ
വീരഭദ്രസ്വാമിയിലൂടെ അതിനെ ബന്ധിപ്പിച്ചത്. അല്ലാതെ മര്യാദക്കാര് നല്ല രീതിയിൽ നടത്തുന്ന, ആത്മാർത്ഥമായി നടത്തുന്ന വല്ല പൂജകളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള അശുഭങ്ങൾ നടക്കുകയില്ല. അപ്പൊ ഇവിടെ ഈ ധനുർയാഗം ഭഗവാനെ വധിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ഭഗവാനെ വിരോധം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് വ്യാജേന ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവർക്ക് ഭടന്മാർക്കൊന്നും അതറിയില്ല. അവർ വിചാരിക്കുന്നത് എന്തോ കാര്യമായിട്ടുള്ള എന്തോ സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു എന്നാണ്. അങ്ങനെ അവർ കോപിച്ചു. മാത്രമല്ല, ഇനിയിപ്പോൾ അവരോട് ചോദ്യം വരും, അവരെ പിരിച്ചുവിടാം, അവർക്ക് വധശിക്ഷ വരെ ലഭിക്കാം. നിങ്ങളൊക്കെ ഇവിടെ നിന്നിട്ടാണോ ഏതോ പിള്ളേർ വന്ന് ആ വില്ലിനേക്ക് കൈകാര്യം ചെയ്തതും പൊട്ടിച്ചതൊക്കെ എന്ന് ചോദ്യം വരാം. സസ്പെൻഷൻ, ഡിസ്മിസൽ, വേറെ പണിഷ്മെന്റുകൾ ഒക്കെ അവർക്കുണ്ടാവാം. അപ്പൊ എല്ലാം കൊണ്ടും അവര് ഹേർട്ടായി, അവരുടെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് കോപിക്കും. അങ്ങനെ കുപിതാഹ, കോപിച്ചവരായിട്ട്, ആതതായിനഹ, അവർ ആതതായി എന്ന് പറഞ്ഞാൽ ആയുധപാണികൾ എന്നർത്ഥം. വധോദ്ദേശത്തോടുകൂടി ആയുധം കയ്യിൽ വെച്ച് ആക്രമിക്കാൻ വരുന്നവരെയാണ് ആതതായികൾ എന്ന് പറയാം. അപ്പോൾ ഇവര് വധോദ്ദേശത്തോടുകൂടി ആയുധപാണികളായിട്ട് ഭഗവാന്റെ നേരെ ഗ്രഹീതുകാമ, ഭഗവാനെ ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഭഗവാനെ പിടിച്ചു കെട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആവബ്രുഹു ആവരണം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ വളഞ്ഞ് ചുറ്റുന്നത് പോലെ, ആക്രമിക്കുന്നത് പോലെ ചുറ്റും ആക്രമിച്ചു എന്നർത്ഥം. ആവരണം ചെയ്തു ഭഗവാന്റെ ചുറ്റും. അവര് തമ്മിൽ പറയേണ്ടത് ഗൃഹ്യതാം ബദ്ധ്യതാം ഇതി, പിടിക്കൂ ബന്ധിക്കൂ എന്നൊക്കെ അവർ തമ്മിൽ പറയണ്ടേ. ചിലർ അടിക്കൂ പിടിക്കൂ എന്നൊക്കെ പറയണ്ടാവും, വെട്ടു കുത്തു എന്നൊക്കെ പറയണ്ടാവും. എന്തായാലും അതിന്റെ ഉപലക്ഷണമായിട്ട് പറഞ്ഞു ഗൃഹ്യതാം ബദ്ധ്യതാം, പിടിക്കൂ ബന്ധിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭഗവാനെ ആക്രമിക്കാനായിട്ട് ചുറ്റും വളഞ്ഞു എന്നർത്ഥം. അതതാൻ ദുരഭിപ്രായാൻ വിലോക്യ ബലകേശവൗ ക്രുദ്ധൗ ധന്മന ആദായ ശകലേതാംശ്ച ജഗ്നദുഃ. അദതാൻ ദുരഭിപ്രായാൻ വിലോക്യ ബലകേശവൗ ക്രുദ്ധൗ ധന്വന ആദായ ശകലേതാംശ്ച ജഗ്നദുഃ. അപ്പൊ ഇവര് കൊല്ലാനായിട്ട് ആയുധപാണികളായി പിടിക്കൂ ബന്ധിക്കൂ എന്നൊക്കെ പറഞ്ഞ് ചുറ്റും വളഞ്ഞപ്പോഴോ ഭഗവാന്റെ കൈ വെറുതെ ഇരിക്കൂ അല്ലേ? ഭഗവാൻ എന്ത് ചെയ്തു? അത് താൻ ദുരഭിപ്രായാൻ വിലോക്യ, ഇവര് ദുരഭിപ്രായമുള്ളവരാണ്, ദുർവിചാരമുള്ളവരാണ്, ദുഷ്ടസ്വഭാവത്തോടുകൂടി തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവരാണ് എന്ന് കണ്ടിട്ട്, എന്ന് വിലോക്യ ബലകേശവൗ, രാമനും കൃഷ്ണനും, ബലശ്ച കേശവശ്ച, ആരാ മുതലുകള് രണ്ടുപേരും, ക്രുദ്ധൗ, രണ്ടുപേരും ക്രോധിച്ചു. ആഹാ, ഞങ്ങളെ നിങ്ങൾ ആക്രമിക്കാറായോ എന്ന് പറഞ്ഞ മട്ടില് ക്രോധിച്ചുകൊണ്ട് ധന്വനഃ ശകലേ ആദായ, ധന്വനഃ ശകലേ എന്ന് രണ്ടും കൂടി ചേർത്ത് അന്വയിക്കണം. ധന്വനഃ എന്ന് പറഞ്ഞാൽ ധനുവിന്റെ, ധനുസിന്റെ, വില്ലിന്റെ ഷഷ്ടി. ശകലേ എന്ന് പറഞ്ഞാൽ രണ്ട് ശകലങ്ങൾ, ശകലം ഏകവചനം, ശകലേ ദ്വേ ശകലേ, രണ്ട് പീസുകള്, രണ്ട് അർദ്ധങ്ങള്, രണ്ട് കഷ്ണമായിട്ടാണല്ലോ മുറിഞ്ഞത്. അപ്പൊ ശകലേ എന്ന് പറയുമ്പോൾ ദ്വേ ശകലേ, രണ്ട് ആ കഷ്ണങ്ങളെ എന്ത് ചെയ്തു? അവരെ അടിക്കാനായിക്കൊണ്ട് താംശ്ച ജഗ്നദുഹു, താൻ എന്ന് പറഞ്ഞാൽ അവരെ ജഗ്നദുഹു ഹനിച്ചു, തിരിച്ചടിക്കാൻ തുടങ്ങി നിർത്തുമ്പോൾ ഏട്ടന്റെ കയ്യിൽ ഒരു വില്ലിന്റെ കഷ്ണം കൊടുത്തു, താൻ ഒരു കഷ്ണം കയ്യിൽ വെച്ചു. അങ്ങനെ രണ്ട് കഷ്ണങ്ങളെ കൊണ്ട്, വില്ലിന്റെ കഷ്ണങ്ങളെ കൊണ്ട് തന്നെ ആയുധമാക്കിക്കൊണ്ട്, വേറെ ആയുധമൊന്നും അവർ കയ്യിൽ കരുതിയിരുന്നില്ല. വെറുതെ പുരം കാണാനായിട്ട് ഇറങ്ങിയ കുട്ടികളല്ലേ, അവരുടെ കയ്യിൽ എന്തായുധം? പശുവിനെ മേയ്ക്കാൻ പോവുകയാണെങ്കിൽ കൂടി വടിയോ ചാട്ടയോ ഒക്കെ കയ്യിലുണ്ടാവുമായിരുന്നു, കൊമ്പും കുഴലും ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഒന്നുമില്ല, വെറും കൈയോടെ നടക്കുകയായിരുന്നു. അപ്പൊ പിന്നെ വല്ലഭന് പുല്ലുമായുധം എന്ന് പറഞ്ഞ പോലെ ഈ വില്ലിന്റെ രണ്ട് കഷ്ണങ്ങളെ തന്നെ രാമകൃഷ്ണന്മാർ ആയുധങ്ങളാക്കി തിരിച്ചടിക്കാൻ ആരംഭിച്ചു, അവരെ പ്രഹരിച്ചു. താൻ ജഗ്നദുഹു ബലം ചകംസപ്രഹിതം ഹത്വാ ശാലാമുഖാത്തദഃ നിഷ്ക്രമ്യ ചേരദുർഹൃഷ്ടൗ നിരീക്ഷ്യ പുരസമ്പദഃ. ബലം ചകംസപ്രഹിതം ഹത്വാ ശാലാമുഖാത്തദഃ നിഷ്ക്രമ്യ ചേരദുർഹൃഷ്ടൗ നിരീക്ഷ്യ പുരസമ്പദഃ.
ഇതധികം വിസ്തരിക്കുന്നില്ല, കാരണം അത്ര ലാഘവത്തോടുകൂടെ ഭഗവാൻ പണി കഴിച്ചു എന്നാ. അതാണ് കംസപ്രഹിതം ബലം ഹത്വ. കഴിഞ്ഞു. കംസപ്രഹിതം, കംസനാൽ നിശ്ചയിക്കപ്പെട്ട, അയക്കപ്പെട്ട, വിനിയോഗിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. കംസനിയുക്തരായിട്ടുള്ള ആ ചുറ്റി നിൽക്കുന്ന 500ഓളം ഭടന്മാരുണ്ട്, ആയുധധാരികൾ. അവരെ, ആ ബലത്തെ ഹത്വ, എളുപ്പത്തിൽ ഹനിച്ചിട്ട്, അധികം പ്രയാസമൊന്നുമില്ല രാമകൃഷ്ണന്മാർക്ക് ഈ 10-500 പേരെ, ഈ വില്ലിനെ കാക്കുന്നതായിട്ടുള്ള ആളുകളെ വധിക്കാനായിക്കൊണ്ട് അവരെയെല്ലാം ഹനിച്ചിട്ട് തതഃ ശാലാമുഖാത് നിഷ്ക്രമ്യ, ഉടനെ ശാലാമുഖത്തു നിന്ന്, ശാലാമുഖം എന്ന് പറഞ്ഞാൽ ധനുര്യാഗശാല, ആ ധനുര്യാഗം ഏത് യജ്ഞശാലയിലാണോ നടന്നിരുന്നത് അതിന്റെ മുഖാത്, മുമ്പിൽ നിന്ന് നിഷ്ക്രമ്യ, വന്ന കാര്യം കഴിഞ്ഞു, ഇനിയിപ്പോ എന്തിനാ അവിടെ നിൽക്കണത്, ഉടനെ അവിടുന്ന് നിഷ്ക്രമിച്ചു, പുറത്തേക്ക് ഇറങ്ങി എന്നർത്ഥം. ഇനിയും പുരം കാണാൻ ബാക്കിയുണ്ട്, മധുരാപുരി ഇനി ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിന് ഒന്നും സംഭവിക്കാത്ത മട്ടില്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഞങ്ങളിവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന മട്ടില് ഒരു കൂസലും ഇല്ലാതെ എന്ന് പറയാം. അല്ലെങ്കിൽ ആ കംസന്റെ രാജധാനിയില്, അല്ലേ, കംസന്റെ കോട്ടയിൽ ചെന്ന് കംസൻ ചെയ്യുന്ന ധനുർയാഗത്തില് ധനുസിനെ ഭഞ്ജിക്കുകയും അതിനെ കാവൽ നിൽക്കുന്ന 500ഓളം ഭടന്മാരെ വധിക്കുകയും ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ കൂസലില്ലാതെ നിർഭയരായിട്ട് അതേ പുരം തന്നെ വീണ്ടും കാണാൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മല്ലന്മാർക്ക് പോലും അതിനുള്ള ധൈര്യം വരുമോ? പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പോലും വേഗം സ്ഥലം വിടുക. നമുക്ക് ഇനിയിപ്പോ കൂട്ടത്തോടുകൂടെ ആക്രമണം ഉണ്ടാവും, ഇല്ലേ, ഇനി ഇവിടെ നിന്നാൽ ആയുസ്സുണ്ടാവില്ല എന്ന് ഭയപ്പെട്ടുകൊണ്ട് സ്ഥലം വിടുകയാണ് പതിവ്. ഇവിടെ 2 ബാലന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാര് ഒരു കൂസലും ഇല്ലാതെ, ഒന്നും സംഭവിക്കാത്ത മട്ടില് ഇത്രയും പേരെ വധിക്കുകയും ചെയ്ത്, വില്ലൊടിക്കുകയും ചെയ്ത്, പിന്നെയും പുരം കാണാനായിക്കൊണ്ട് വന്ന കാര്യത്തിലേക്ക്, അഥവാ ധനുര്യാഗം കഴിഞ്ഞു, ഇനിയിപ്പോ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നിഷ്ക്രമ്യ, ശാലാമുഖാത് നിഷ്ക്രമ്യ പുരസമ്പദ നിരീക്ഷ്യ, ആ പുരത്തിലെ സമ്പത്തുകളെ, ഐശ്വര്യങ്ങളെ എല്ലാം കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഹൃഷ്ടൗ ചേരതുഹു, ഹൃഷ്ടരായിട്ട് 2 പേരും വളരെ ഹർഷത്തോടുകൂടിയവരായി, സന്തോഷത്തോടുകൂടിയവരായിട്ട് ചേരതുഹു സഞ്ചരിച്ചു. 2 പേരായതുകൊണ്ട് ചേരതുഹു. ചചാര ഏകവചനം, ചേരതുഹു ദ്വിവചനം, ചേരുഹു ബഹുവചനം. ഇവിടെ ദ്വിവചനം ചേരതുഹു. അപ്പൊ എന്തായാലും വീണ്ടും അവര് ഒന്നും സംഭവിക്കാത്ത മട്ടില് സന്തോഷമായിട്ട് വഴിയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ആശീർവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്താ പറയുക, സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട്, അവരെയൊക്കെ കടാക്ഷിച്ചുകൊണ്ട്, അവരുടെ നേരെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് വീണ്ടും സഞ്ചരിക്കുകയാണ്. തയോസ്തദ്ഭുതം വീര്യം നിശാമ്യ പുരവാസിനഃ തേജഃ പ്രാഗൽഭ്യരൂപം ച മേനിരേ വിബുധോത്തമൗ. തയോസ്തദ്ഭുതം വീര്യം നിശാമ്യ പുരവാസിനഃ തേജഃ പ്രാഗൽഭ്യരൂപം ച മേനിരേ വിബുധോത്തമൗ. അപ്പൊ ഇതൊക്കെ കാണുന്നവരായ പുരവാസികൾ, അതാണ് തയോഹോ അദ്ഭുതം തദ്വീര്യം. തയോഹോ ബലരാമയോ ബലകൃഷ്ണയോഹോ, ബലന്റെയും കൃഷ്ണന്റെയും അത്ഭുതം തദ്വീര്യം, അത്ഭുതകരമായ പരാക്രമം, അവരുടെ ആ ശക്തി. എത്ര നിസാരമായിട്ടാണ് വില്ലിനെ എടുത്ത് ഒറ്റക്കൈകൊണ്ട് പൊട്ടിച്ചു കളഞ്ഞത്, അതിനെ കാക്കാൻ വന്നവരെയൊക്കെ അടിച്ച് നിലംപരിശാക്കിയത്. ഇത് നിസാര കാര്യമാണോ? അപ്പൊ ആ വീര്യം, അതുപോലെ തന്നെ തേജഃ പ്രാഗൽഭ്യ രൂപം, അവരുടെ തേജസ്, തേജസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഭാവം, ശക്തി എന്നൊക്കെ അർത്ഥം. പ്രാഗൽഭ്യ രൂപം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ആ പ്രാഗൽഭ്യത, പ്രഗത്ഭഭാവം, അതുപോലെ രൂപസൗന്ദര്യം, ആ രൂപസൗന്ദര്യത്തെയും പുരവാസിനഃ നിശാമ്യ, ആ പുരവാസികളായിട്ടുള്ളവർ നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, നിശാമ്യ കണ്ടിട്ട്, അപ്പൊ കണ്ടിട്ട് വിബുധോത്തമൗമേനിരേ, ഇവര് ദേവോത്തമന്മാരാണെന്ന് മനിച്ചു. വിബുധന്മാരെന്നാൽ ദേവന്മാര്, വിബുധോത്തമൗ ദേവോത്തമൗ, ദേവദേവൗ, ദേവന്മാർക്ക് പോലും ദേവന്മാരായിരിക്കുന്ന ദേവദേവന്മാരാണ്. ഇത് മേനിരെ, മേനിരെ മനിച്ചു, കരുതി എന്നർത്ഥം. അപ്പോ ഇവിടെ ഗോകുലത്തിൽ ചെയ്ത ലീലകളെല്ലാം കേട്ടുമാത്രം
ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ മാഹാത്മ്യം അറിയുന്ന മധുരാപുരവാസികൾക്ക് കണ്ടറിയാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ഓരോ ലീലകളാണിതെല്ലാം. നിങ്ങൾ കേട്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ, കേട്ടതിനെ മുഴുവൻ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ലല്ലോ. എന്നാ അതാ കണ്ടോളൂ. കാണുന്നതോടുകൂടി ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാൻ കഴിയും എന്നുള്ള ആ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് താൻ ആരെന്നുള്ളതായിട്ടുള്ള ദർശനം കൊടുക്കുകയാണ് ഈ മധുരാപുരവാസികൾക്കെല്ലാം. അവരെത്രയോ കാലങ്ങളായി ഭഗവാന്റെ ലീലകളെല്ലാം കേട്ട് 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 കാണാൻ കൊതിയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വെറുതെ ദർശനം കൊടുക്കുക മാത്രമല്ല അവിടെ ഭഗവാൻ ചെയ്യുന്നത്. അവരെന്താണോ കേട്ടിട്ടുള്ളത് അതൊക്കെ ശരിയാണെന്ന് വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളിലൂടെ ഇവരിങ്ങനെയൊക്കെ അവര് ഗോകുലത്തിൽ ഇന്നെ ലീലകൾ ചെയ്തു എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പൊ നമ്മൾ നേരിൽ കണ്ടില്ലേ, ഇനിയിപ്പോ എന്താപ്പോ സംശയമുള്ളത് എന്നുള്ള മട്ടില് സംശയം തീർത്തുകൊണ്ടാണ് ഭഗവാൻ അവിടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ വിബുധോത്തമവും ഏനിരെ, ഇവരെ രണ്ടുപേരെയും ദേവദേവന്മാരാണ്, ദേവശ്രേഷ്ഠന്മാരാണ് എന്ന് കരുതി എന്നർത്ഥം. അല്ലാതെ സാധാരണ പ്രാകൃത ബാലന്മാരല്ല എന്നത് ഏതായാലും മധുരാപുരവാസികൾക്ക് തീർച്ചയാവുകയാണ്. തയോർവിചരതോ സ്വൈരം ആദിത്യോസ്തമുപേയിവാൻ കൃഷ്ണരാമൗ വൃതൗ ഗോപൈഃ പുരാത് ശകടമീയതുഃ. തയോർവിചരതോ സ്വൈരം ആദിത്യോ അസ്തമുപേയിവാൻ കൃഷ്ണരാമൗ വൃതൗ ഗോപൈഃ പുരാത് ശകടമീയതുഃ. അങ്ങനെ കൃഷ്ണരാമൗ, ആ രാമകൃഷ്ണന്മാർ, തയോഹോ വിചരതോഹോ, അവർ രണ്ടുപേരും വിചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് സ്വൈരമായി വിചരിക്കുകയാണ്. സ്വൈരം എന്ന് പറഞ്ഞാൽ സ്വേച്ഛയ, ആരും തടയാൻ ഇല്ല. ആര് തടഞ്ഞാലും അതൊക്കെ തട്ടിത്തെറിപ്പിക്കും. ആ രീതിയിലുള്ള സ്വൈരമായിട്ട് യഥേഷ്ടം വിചരതോഹോ തയോഹോ, അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദിത്യ അസ്തമുപേയിവാൻ, അപ്പോ ഒരു പകൽ മുഴുവൻ അവർ മധുരാപുരിയിൽ കാണുകയായിരുന്നു. എന്തെല്ലാം ചെയ്തു ഇല്ലേ? രാവിലെ തൊട്ട് ആ മധുരാപുരിയെ വർണ്ണിച്ചു. മധുരാപുരി കാണാൻ ഇറങ്ങിയപ്പോൾ കണ്ട മധുരാപുരിയെ വർണ്ണിച്ചു. രചകന്റെ കഥ വർണ്ണിച്ചു അല്ലേ? രചകനെ ഭഗവാൻ വധിച്ച കഥ. അത് കഴിഞ്ഞ് തുന്നൽക്കാരന്റെ അടുത്ത് പോയിട്ട് കുറച്ച് സമയമൊക്കെ പോയിട്ടുണ്ടാവൂലോ. മാലാകാരന്റെ അടുത്ത് പോയിട്ട് കുറെ സമയം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സൈരന്ധ്രിയുടെ അടുത്ത് കുറച്ച് സമയം പോയി. അതിന്റെ കൂട്ടത്തിൽ പിന്നെ അപ്പൊ ധനുർയാഗശാലയിൽ പോയി വില്ലൊടിച്ചു, ആളുകളെ വധിച്ചു. ഓരോന്നും ഓരോ സെഷനായിട്ട് എടുത്തു കഴിഞ്ഞാല് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മധുരാപുരി ദർശനം വളരെ വിപുലമായിട്ട് അന്ന് മുഴുവൻ അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടി എന്ന് പറയാം. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. അതാണ് ആദിത്യ അസ്തമുപേയിവാൻ. അങ്ങനെ കൃഷ്ണരാമൗ ഗോപൈഃ വൃതൗ പുരാത് ശകടം ഈയതുഃ. ആ രാമകൃഷ്ണന്മാർ ഗോപൈഃ വൃതൗ, കൂട്ടുകാരായ ഗോപന്മാരാൽ ആവൃതരായിട്ട് ചുറ്റപ്പെട്ടവരായിട്ട് പുരാത് ശകടം ഈയതുഃ. അവർക്കൊന്നും ഇതൊന്നും അത്ഭുതമില്ല. എന്താ കാരണം? ഗോപന്മാര് ദിവസം എന്ന് പറഞ്ഞ പോലെ ഗോകുലത്തിൽ ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും ഓരോ ലീലകൾ കണ്ട് പരിചയിച്ചവരാണ്. അപ്പൊ അവരുടെ ഹീറോകൾ, അവരെ എന്താ പറയാ, അവർക്കും കൂടി ആ ഒരു പ്രൈഡ് ഉണ്ട്. രാമകൃഷ്ണന്മാരുടെ കൂടെ നടക്കുമ്പോൾ അവരും നെഞ്ചും പിരിച്ച് അല്ലേ, മധുരാപുരിയിൽ കണ്ടോ ഞങ്ങളുടെ ഹീറോകള്, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടില് അവരും സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാന് ജയ് വിളിച്ചുകൊണ്ട് കൂടെ ചുറ്റിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ പുരാത് ശകടം ഈയതുഹു. വൈകുന്നേരം സന്ധ്യ മയങ്ങിയപ്പോ ആ മധുരാപുരിയിൽ നിന്ന് ശകടം, എവിടെയാണോ ഇവരുടെ വണ്ടികളൊക്കെ കെട്ടിയിരിക്കുന്ന ആ ഉപവനം എന്ന് പറഞ്ഞു, മധുരാപുരിക്ക് പുറത്തുള്ളതായിട്ടുള്ള ഒരു ഉപവനത്തിലെ ഒരു തോട്ടത്തില് ആണ് വണ്ടികളൊക്കെ കെട്ടി. അവിടെയാണ് ഇവരുടെയൊക്കെ ശിബിരം. ആ ശിബിരത്തിലേക്ക് ഈയതുഹു രണ്ടുപേരും ഗമിച്ചു എന്നർത്ഥം, പ്രാപിച്ചു. ഗോപ്യോ മുകുന്ദ വിഗമേ വിരഹാതുരായ ആശാസിതാശിഷർത മധുപുര്യഭൂവൻ സംപശ്യതാം പുരുഷഭൂഷണഗാത്രലക്ഷ്മീം ഹിത്വേതരാന്നു ഭജതശ്ച കമേയനം ശ്രീ. ഗോപ്യോ മുകുന്ദ വിഗമേ വിരഹാതുരായ ആശാസിതാശിഷർത മധുപുര്യഭൂവൻ സംപശ്യതാം പുരുഷഭൂഷണഗാത്രലക്ഷ്മീം
ഹിത്വേദരാന്നു ഭജതശ്ചകമേയനം ശ്രീ. ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി മറ്റൊരു കാര്യം കൂട്ടത്തിൽ പറയണം. എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലം വിട്ട് അക്രൂരന്റെ കൂടെ മധുരാപുരിയിലേക്ക് പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് ആ ഗോപികമാര് പരസ്പരം പറഞ്ഞു, അല്ലെങ്കിൽ രാത്രി തന്നെ അവർ തമ്മിൽ പാടിയ യുഗളഗീതം നമ്മൾ കണ്ടതാണ് അല്ലേ? ആ യുഗളഗീതത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആ മധുരാപുരിയിലെ സ്ത്രീകൾ ഭാഗ്യവതികൾ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോവുകയാണ്. അവരുടെ പ്രഭാതങ്ങൾ ധന്യധന്യങ്ങൾ, അവര് വേണ്ട നല്ല ശകുനങ്ങളാണ് അവർ കണ്ടിരിക്കുന്നത്. അവരുടെ രാവിലെ അവർ നല്ല നല്ല ലക്ഷണങ്ങൾ ശകുനങ്ങൾ കണ്ടാണ് അവർ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാന്റെ ദർശനമുണ്ടാവാൻ പോകുന്നത്. ഭാഗ്യവതികളാണ് ആ മധുരാപുരവാസികൾ എന്ന് ആശീർവാദം ചെയ്യും പോലെ, ആശംസിക്കും പോലെ, അവരുടെ പരിഭവമാണ്, അവരുടെ ഉള്ളിലുള്ള വിഷമം പറഞ്ഞതാണ്. പക്ഷെ അതൊരു ആശീർവാദമായി മാറി. അതാണ് അവിടെ പറഞ്ഞത്. ഗോപ്യോ മുകുന്ദ വിഗമേ വിരഹാതുര യാ ആശാസിത ആശിഷഃ യാ ആശിഷഃ ആശാസിതാഹ. ഏതേത് ആശിസ്സുകളെയാണോ ആശംസിച്ചത്, ആശാസിത ആര്? വിരഹാതുരാ ഗോപ്യ. എപ്പോൾ? മുകുന്ദ വിഗമേ. ആ മുകുന്ദൻ വിഗമിക്കുന്നതായിട്ടുള്ള, മുകുന്ദൻ പുറപ്പെടുന്നതായിട്ടുള്ള സമയത്ത് വിരഹാതുരരായ ആ ഗോപികമാർ ഏതേത് ആശിസ്സുകളെ, യാ ആശിഷഃ ആശാസിതാഹ, ഏതേത് ആശിസ്സുകളെ ആശംസിച്ചുവോ എന്നുവെച്ചാൽ അവരുടെ ഉള്ളിലുള്ള താപമാണ് അവർ പ്രകടിപ്പിച്ചതെങ്കിലും ഇതിനെ ഇവിടെ ആശിസ്സുകളാക്കി പറയുകയാണ് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി. അതെല്ലാം ഋത എന്ന് പറഞ്ഞാൽ സത്യാഹ എന്നർത്ഥം. ഋതം എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പര്യായ ശബ്ദമാണ്. എല്ലാം സത്യമായി തീർന്നു എന്നർത്ഥം. അതുപോലെ ആ മധുപുരിയും ഐശ്വര്യ പരിപൂർണമായി തീർന്നു എന്നർത്ഥം. മധുപുരി, മധുരാപുരി. ഏതുപോലെ? സമ്പശ്യതാം പുരുഷഭൂഷണ ഗാത്ര ലക്ഷ്മീം ഹിത്വേതരാന്നു ഭജതശ്ചകമയനം ശ്രീ. ഇത് പാലാഴി മദനകാലത്ത് ലക്ഷ്മീ ദേവി ഉത്ഭവിച്ചു വന്നു പാലാഴിയിൽ നിന്ന്. ആ ലക്ഷ്മീ ദേവിയെ കൊതിച്ചുകൊണ്ട് ബ്രഹ്മാദി ദേവന്മാര്, മഹാദേവനടക്കം നല്ല ഐശ്വര്യമുള്ള ലക്ഷണങ്ങളുള്ള ഗുണങ്ങളുള്ള യോഗ്യന്മാരായിട്ടുള്ള ആളുകളാണ് അവരെല്ലാം ലക്ഷ്മിയെ കൊതിച്ച് ലക്ഷ്മിയെ വരിക്കാനായിട്ട് കാവൽ നിന്നു. പക്ഷേ ലക്ഷ്മി ഭഗവതി അവരെയൊന്നും അല്ല വരിച്ചത്, അല്ലേ? ഭഗവാനെ തന്നെയാണ് വരിച്ചത്. ആ പുരുഷോത്തമന്റെ സ്വരൂപ കാന്തിയെ, ശോഭയെ കണ്ട് ഈ മധുപുരി ധന്യധന്യരായി, അഥവാ അവിടുത്തെ സ്ത്രീകളെല്ലാം ധന്യകളായി തീർന്നു. അവരെക്കുറിച്ച് ഗോപികമാർ ആശംസിച്ച കാര്യങ്ങളെല്ലാം അതുപോലെ സത്യമായി എന്നാണ്. അപ്പോൾ ഇവിടെ ആ അമൃതമദന സമയത്തുണ്ടായ കഥയെ ചുരുക്കി പറയണ്. ഭജതഃ ഇതരാൻ ഹിത്വ. തന്നെ ഭജിക്കുന്നവരായ ഇതരന്മാരെ ഉപേക്ഷിച്ച്, എന്നുവെച്ചാൽ ഭഗവാനിൽ നിന്ന് അന്യരായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാരെയെല്ലാം ഉപേക്ഷിച്ച് ശ്രീഹി അയനം യം ചകമേ. ശ്രീഹി ലക്ഷ്മീദേവി അയനം എന്ന് പറഞ്ഞാൽ തന്റെ പ്രാപ്യസ്ഥാനമായിട്ട്, തന്റെ ഗതിയായി, ആശ്രയമായി, താൻ പ്രാപിക്കേണ്ട സ്ഥാനം ആരാണ്? ഏതൊരു ഭഗവാനാണോ യം ചകമേ, ഏതൊരുവനെ കാമിച്ചുവോ, ഏതൊരു ഭഗവാൻ വിഷ്ണുവിനെ കാമിച്ചുവോ, പുരുഷഭൂഷണ ഗാത്രലക്ഷ്മീം, ആ പുരുഷോത്തമന്റെ ഗാത്രലക്ഷ്മിയെ, പുരുഷഭൂഷണനായ, പുരുഷന്മാരിൽ ഭൂഷണനായ ആ ഭഗവാന്റെ ഗാത്രലക്ഷ്മിയെ, സൗന്ദര്യലക്ഷ്മിയെ, ആ മധുപുരി സമ്പശ്യതാം, മധുപുരിയില് കാണുന്നവരായ, സമ്പശ്യതാം നന്നായി കാണുന്നവരായിട്ടുള്ള ആ ആളുകൾക്ക് മുകുന്ദവിഗമേ വിരഹാതുരാ ഗോപ്യ യാ ആശിഷഃ ആശാസിതാഹ താഹ ഋതാഹ അഭൂവന്. ആ മുകുന്ദന്റെ വിഗമ സമയത്ത് വിരഹകാതുരകളായ
ആ ഗോപസ്ത്രീകൾ ഏതേത് ആശിസ്സുകളെയെല്ലാം ആശംസിച്ചുവോ അവയെല്ലാം വ്രതങ്ങളായി സത്യങ്ങളായി ഭവിച്ചു. വൃതാ അഭൂവന്. അപ്പൊ ഭഗവാന്റെ ആ ഉത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ എന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമൂർത്തിയായ ഭഗവാന്റെ ആ രൂപത്തെ കാണുന്നവരായ മധുരാപുരവാസികൾ അവരുടെ അന്നത്തെ ദിനം ധന്യമാക്കി എന്നർത്ഥം. അവരുടെ ദിനം മാത്രമല്ല, അവരുടെ കണ്ണുകളുടെ പ്രയോജനം എന്നേക്കുമായിട്ട് അവരടഞ്ഞു. അവരുടെ ജന്മം സഫലമായി. അവർക്ക് എല്ലാ നന്മകളും ഭഗവാന്റെ ആ ദർശനം കൊണ്ട് ഉണ്ടായി. ഭഗവാൻ അവരെയൊക്കെ രക്ഷിക്കാനും അനുഗ്രഹിക്കാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എത്രയോ കാലമായി കംസനാൽ പീഡിതരായിട്ടുള്ള യാദവന്മാരെല്ലാവരും എന്നുവരും എന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. ആ വരവാണ് അവരിപ്പോൾ ദാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കതൊരു സ്വപ്നം പോലെ ആയിരിക്കാം. ഇതെന്താണ് നമ്മൾ കാണുന്നത്? യാഥാർത്ഥ്യമാണോ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കണമല്ലോ. ഭഗവാനെ, ഈ സുന്ദരമൂർത്തിയെ കാണാൻ കഴിഞ്ഞുവല്ലോ. ആ ഭഗവാന്റെ ലീലകൾ നേരിൽ കാണാനും സാധിക്കുന്നുവല്ലോ നമുക്കിപ്പോ. എന്തെല്ലാം ലീലകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തു അല്ലേ? ഗോകുലത്തില് ഓരോരോ ദിവസങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തതാണ്. ഇവിടെ മധുരാപുരിയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. രാവിലെ തൊട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ആ രചകവധം, വായക അനുഗ്രഹം, മാലാകാര അനുഗ്രഹം, സൈരന്ത്രി അനുഗ്രഹം, ഇപ്പതാ ധനുർഭഞ്ജനം, ഇങ്ങനെ ഒരു 5 കൃത്യങ്ങള് വലിയ കാര്യങ്ങളായിട്ട് അത്ഭുതങ്ങളായിട്ട് ചെയ്തു. മറ്റുള്ളവർക്ക് അത്ഭുതം. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ അന്നത്തെ രാവിലെ കണി കണ്ടതെല്ലാം നല്ലത്, ഭദ്രം, കാണേണ്ടത് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഗോപികമാരുടെ ആ പരിഭവത്തോടുകൂടി അവരുടെ വിലാപം ഇവർക്ക് ആശീർവാദമായി ഭവിച്ചു എന്നാണ് ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞത്. ഗോപ്യോ മുകുന്ദ വിഗമേ വിരഹാതുരായ ആശാസിതാശിഷർദാ മധുപുര്യഭൂവൻ സംപശ്യതാം പുരുഷഭൂഷണഗാത്രലക്ഷ്മീം ഹിത്വേദരാന്നു ഭജതശ്ചകമേയനം ശ്രീ അവനിക്താംഗ്രിയുകളൗ ഭുക്ത്വാ ക്ഷീരോപസേചനം ഊഷതുസ്താം സുഖം രാത്രിം ജ്ഞാത്വാ കംസചികീർഷിതം. അവനിക്താംഗ്രിയുകളൗ ഭുക്ത്വാ ക്ഷീരോപസേചനം ഊഷതുസ്താം സുഖം രാത്രിം ജ്ഞാത്വാ കംസചികീർഷിതം. അങ്ങനെ അവരുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന് എന്ത് ചെയ്തു എന്ന് പറയണം. അവനിക്താംഗ്രിയുകളൗ, രണ്ടുപേരും അവരുടെ അംഗ്രിയുകളങ്ങളെ അവനേജനം ചെയ്തു. അവനേജനം ചെയ്യുക, കാല് കഴുകുന്ന പ്രക്രിയക്കാണ് അവനേജനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അംഗ്രിയുകളൗ അവനിക്തമാക്കിയിട്ട് അവനേജനം ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് അവനിക്ത അംഗ്രിയുകളൗ. കഴുകപ്പെട്ട, ക്ഷാളനം ചെയ്യപ്പെട്ട കാലുകളോടുകൂടിയവരായ ആ 2 പേർ ക്ഷീരോപസേചനം ഭുക്ത്വാ, നല്ല ലഘുവായിട്ടുള്ള നല്ല ഭക്ഷണം. ക്ഷീരോപസേചനം, പാല് കൊണ്ടുള്ള ഭക്ഷണം, പാൽ കൂട്ടിയ അന്നം, ഉപസേചനം. ക്ഷീരം ഉപസേചനമാക്കിക്കൊണ്ടുള്ള അന്നം എന്ന് പറയാം. ഉപസേചനം എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ എന്താണ് ഒഴിച്ചു കൂട്ടേണ്ടത്? അപ്പോൾ പാലേ ഉള്ളൂ. പാല്, മോര്, നെയ്യ്, ഇതൊക്കെയാണ് അവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കംസന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ബാക്കി അവരുടെ ആവശ്യങ്ങൾക്കുള്ളത് അവർ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം ഭുജിച്ച് ഭുക്ത്വാ കംസ ചികീർഷിതം ജ്ഞാത്വാ താം രാത്രിം സുഖം ഊഷതുഹു. കംസ ചികീർഷിതം ജ്ഞാത്വ, കംസൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, കംസന്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട്, സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും കംസൻ ഇപ്പൊ മര്യാദക്കാരനെ പോലെ ഇരിക്കുകയാണ് അല്ലേ? ധനുർയാഗം, ആ ധനുസ്സിനെ ഭഞ്ജിച്ചിട്ടും വലിയ സൈന്യത്തെ വിട്ട് ഇപ്പൊ നേരിട്ട് ആക്രമിക്കുന്നില്ല. വന്നിരിക്കുന്ന അതിഥികളല്ലേ, അവരെ നമ്മൾ
ആക്രമിച്ചു എന്നുള്ള ദുഷ്പേര് വേണ്ട, ബാലന്മാരെ വലിയ സൈന്യം കൊണ്ട് ആക്രമിച്ചു എന്ന് പേര് വേണ്ട. അതൊക്കെ മോശമാണ് അല്ലേ, തന്റെ ഗൗരവത്തിന് തന്നെ മോശമാണെന്നൊക്കെ കരുതിയിട്ടായിരിക്കാം അദ്ദേഹം അടങ്ങിയിരിക്കുന്നത്. നാളെ കാണിച്ചു കൊടുക്കാം, ഒന്നുകിൽ കുവലയാപീഠം അല്ലെങ്കിൽ മല്ലന്മാര് പണി തീർത്തിരിക്കും. ഇതൊക്കെയാണ് കംസന്റെ ഉള്ളിലുള്ള പ്ലാൻ. മാത്രമല്ല, മരണഭയം കംസന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കൃഷ്ണനെയും രാമനെയും നേരിൽ കാണാനുള്ള ഭയമുണ്ട്. നേരിൽ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം പണി കഴിയുമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് എത്രത്തോളം പ്രൊലോങ് ചെയ്യാവോ നേരിൽ കാണുന്ന ആ ഒരു ദർശനം അല്ലേ. നമ്മളും പല റിയാലിറ്റികളെയും ഫേസ് ചെയ്യാൻ നമുക്ക് മടിയുണ്ടായിട്ട് നീട്ടി വെക്കും. ഇപ്പൊ കംസന്റെ ഉള്ളിലും എത്ര കാലം തനിക്ക് ആയുസ് നീട്ടിക്കിട്ടു അത്രയും കിട്ടട്ടെ, രാമകൃഷ്ണന്മാര് തന്റെ മുമ്പിൽ വരാതിരിക്കട്ടെ, മറ്റുള്ളവരെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവരെ വധിക്കുക എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്താം. കംസ ചികീർഷിതം ജ്ഞാത്വ താം രാത്രിം സുഖം ഊഷതുഹു. ആ രാത്രിയെ രാമകൃഷ്ണന്മാർ സുഖം ഊഷതുഹു, വസ് എന്നുള്ള ധാതുവിന്റെ രൂപാന്തരമാണ് ഊഷതുഹു. രണ്ടുപേരും വസിച്ചു എന്നർത്ഥം. സുഖമായി വസിച്ചു എന്നല്ല, അവർക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു പേടിയുമില്ല. നന്നായി ഉറങ്ങി എന്നർത്ഥം രാമകൃഷ്ണന്മാര്. രാത്രി ഉറങ്ങുമ്പോ പ്രതികാരം ചെയ്യാനായിട്ട് കംസൻ ആളുകളെ വിടുവോ? ആവക യാതൊരു ഭയവുമില്ല. അപ്പൊ രണ്ടുപേരും സുഖമായി ഉറങ്ങി. അപ്പോ പുറപ്പെട്ടിട്ട് ഇന്നിപ്പോ 2 ദിവസം കഴിഞ്ഞു അല്ലേ. ഗോകുലത്തിൽ നിന്ന് വന്ന് വൈകുന്നേരം എത്തി. അന്നൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസമാണ് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ മധുരാപുരി ദർശനവും ഈ 5 ലീലകളും ചെയ്തത്. അന്ന് രാത്രിയും ഉറങ്ങി. ഇനി 3-ാം ദിവസമാണ് വാസ്തവത്തില് മല്ലരംഗത്തിലേക്ക് പോകുന്നതും മറ്റുമൊക്കെ, കംസനെ വധിക്കാൻ പോകുന്നതുമൊക്കെ. അപ്പോ ഇവിടെ കംസനോ ധനുസിന്റെ ഭംഗത്തെക്കുറിച്ച് അറിഞ്ഞ് ഉറക്കമില്ലാതെ ഭയപ്പെട്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കംസസ്തു ധനുഷോ ഭംഗം രക്ഷിണാം സ്വബലസ്യ ച വധം നിശമ്യ ഗോവിന്ദ രാമ വിക്രീഡിതം പരം. കംസസ്തു ധനുഷോ ഭംഗം രക്ഷിണാം സ്വബലസ്യ ച വധം നിശമ്യ ഗോവിന്ദ രാമ വിക്രീഡിതം പരം. കംസഃ തു ധനുഷഃ ഭംഗം രക്ഷിണാം സ്വബലസ്യ ച വധം പരം ഗോവിന്ദ രാമ വിക്രീഡിതം നിശമ്യ. തുടരുകയാണ്. അപ്പൊ കംസനാകട്ടെ ആ ധനുഷഃ ഭംഗം, ധനുർയാഗത്തിന് വെച്ച വലിയ ആ വില്ലിന്റെ ഭഞ്ജനം അത് മുറിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിണാം സ്വബലസ്യ ച വധം, അത് രക്ഷിക്കുന്നവരെയും തന്റെ സൈന്യത്തിന്റെയും വധം, താൻ അയച്ച ആളുകളുടെയും വധം അതും കഴിഞ്ഞു. അപ്പൊ തന്റെ എത്രയോ ശക്തന്മാരായിട്ടുള്ള അസുരഭടന്മാരെയെല്ലാം വധിച്ചിരിക്കുന്നു. അതുപോലെ പരം ഗോവിന്ദരാമ വിക്രീഡിതം, ആ വളരെ ശ്രേഷ്ഠങ്ങളായ ഗംഭീരങ്ങളായ ഗോവിന്ദ രാമ വിക്രീഡിതം, ഗോവിന്ദന്റെയും രാമന്റെയും വിക്രീഡിതം. എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവും, അപ്പപ്പ റിപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. രചകനെ വധിച്ചത്, വായകനെയും മാലാകാരനെയും അനുഗ്രഹിച്ചത്, സൈരന്ധ്രിയുടെ വളവ് നിവർത്തിക്കൊടുത്തത് എല്ലാം അറിയാതിരിക്കില്ലല്ലോ. അവിടെ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെയല്ലേ നടക്കുന്നത്, രാജധാനിയിൽ തന്നെയല്ലേ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്നർത്ഥം. അതാണ് ഗോവിന്ദ രാമ വിക്രീഡിതം നിശമ്യ. അതിനെക്കുറിച്ചെല്ലാം കേട്ടിട്ട്, നേരിട്ട് കണ്ടിട്ടില്ല ആര്, കംസൻ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് നിശമ്യ എന്ന് പറഞ്ഞു. ദീർഘപ്രജാകരോ ഭീതോ ദുർനിമിത്താനി ദുർമതിഃ ബഹൂനി അചഷ്ടോ ഭയധാ മൃത്യോർദൗത്യകരാണി ച. ദീർഘപ്രജാകരോ ഭീതോ ദുർനിമിത്താനി ദുർമതിഃ ബഹൂന്യചഷ്ടോ ഭയധാ മൃത്യോർദൗത്യകരാണി ച. അപ്പോ ഇതെല്ലാം അറിഞ്ഞ് പകൽ മുഴുവൻ നടന്ന സംഭവ വികാസങ്ങൾ അറിഞ്ഞ ആ കംസന് പിന്നെ ഉറങ്ങാൻ സാധിക്കുമോ? അപ്പോ ആ ദുർമതി, മതി ദുഷിച്ചവനായിട്ട്, ബുദ്ധി കെട്ടവനായിട്ട്,
എന്തൊക്കെയോ ചിന്തകളുണ്ട്, ആകെ കൺഫ്യൂസ്ഡാണ്, ദുഷ്ടചിന്തകളാണ്. എങ്ങനെ വരെ കൊല്ലും എന്നുള്ള ചിന്തകളാണ്. അങ്ങനെയുള്ള ചിന്തകളോടുകൂടിയവൻ ദീർഘപ്രജാകരഃ എന്ന് പറഞ്ഞാല് വളരെ നേരം ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ കിടന്നാല് ഉറക്കില്ല. അപ്പൊ ഉറക്കം നഷ്ടപ്പെട്ട് പ്രജാകരനായിരിക്കണം, പ്രകർഷേണ ജാഗരൻ ആയിട്ടിരിക്കുകയാണ്, ഉണർന്നിരിക്കുകയാണ്, ഉറക്കം വരുന്നില്ല ഭയം കൊണ്ട്. ദീർഘപ്രജാകരഃ ഭീതഃ, ഭയപ്പെട്ടവനായിട്ട് മനസ്സിങ്ങനെ വിക്ഷുബ്ധമാണ് എന്നർത്ഥം. ഉഭയദാ മൃത്യോഹോ ദൗത്യകരാണി ബഹൂനി ദുർനിമിത്താനി അചഷ്ട. അചഷ്ട എന്ന് പറഞ്ഞാല് കണ്ടു എന്നാണ്. എന്തൊക്കെ കണ്ടു? ദുർനിമിത്തങ്ങൾ. എത്ര? ബഹൂനി ദുർനിമിത്താനി അചഷ്ട, അനേകം ദുർനിമിത്തങ്ങളെ കണ്ടു. എങ്ങനെയുള്ളത്? മൃത്യോഹോ ദൗത്യകരാണി. മൃത്യോഹോ ദൗത്യകരാണി എന്ന് വെച്ചാൽ ഈ ദുർനിമിത്തങ്ങള് മുമ്പേ വരുന്നത് മൃത്യു പിന്നാലെ വരുന്നുണ്ട് എന്ന് അറിയിക്കുന്ന ദൂതനായിട്ടാണ്. അപ്പൊ പല ദുർനിമിത്തങ്ങളും മൃത്യുവിനെ സൂചിപ്പിച്ചുകൊണ്ട് മൃത്യുവിന്റെ വരവുണ്ട്, ഉടനെ തന്നെ സൂക്ഷിച്ചോളൂ എന്നുള്ള ദുർനിമിത്തങ്ങളാണ് അല്ലേ? രാത്രി നേരത്ത് കുറുനരിയുടെ ഓരിയിടലുകൾ, അല്ലെങ്കിൽ നായ്ക്കളുടെ ഓരിയിടലുകൾ, അതുപോലെ തന്നെ കൂമന്റെ ചില കരച്ചിലുകൾ, കാലങ്കോഴിയുടെ കരച്ചിലുകൾ, ഇതിനൊക്കെ പണ്ടുകാലത്ത് ദുർനിമിത്തങ്ങളായിട്ട് പറയും. കാലങ്കോഴി അടുത്ത് കരഞ്ഞാൽ ദൂരെ ആരെങ്കിലും മരിച്ചതായിട്ട് നമുക്ക് ന്യൂസ് പിറ്റേ ദിവസം വരും എന്ന് പറയും. ദൂരത്തുനിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കഥകളുണ്ട് ദുർനിമിത്തങ്ങളായിട്ട്. തീർച്ചയായിട്ടും അവയൊക്കെ പ്രകൃതി പറയുന്നതായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ്. യമനെയും യമദൂതന്മാരെയും കാണാൻ കഴിവുള്ളവരാണ് ഇവരൊക്കെ. നായ്ക്കളാണെങ്കിലും അതുപോലെയുള്ള പല പക്ഷികളും അല്ലെ? പ്രകൃതിയിൽ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നതോ സുനാമി ഉണ്ടാകാൻ പോകുന്നതോ ഒക്കെ മറ്റ് ജന്തുക്കൾ തിരിച്ചറിഞ്ഞ് അവർ വെപ്രാളത്തോടെ ഓടുന്ന കഥകളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യർക്കുള്ളതിനേക്കാൾ അതീന്ദ്രിയമായിട്ടുള്ള, നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാളുള്ള സെൻസിറ്റിവിറ്റി അവർക്കുണ്ട്. ഭൂമിയുടെ അടിയിൽ എവിടെയെങ്കിലുമൊക്കെ ഞരക്കം തുടങ്ങിയിട്ടുണ്ടാവും. അത് ഭൂമിയിൽ ചെവി വെച്ച് കിടക്കുന്നതായിട്ടുള്ള നായ്ക്കൾക്കും മൃഗങ്ങൾക്കും കേൾക്കാൻ പറ്റും. ഭൂമിയിലെ തരംഗങ്ങൾ അവർ വേഗം പിടിച്ചെടുത്ത് അവർ ഭയപ്പെടാൻ തുടങ്ങും. നമ്മൾ സുഖമായിട്ട് ഭൂമിയുമായിട്ട് സ്പർശമില്ലാതെയാണ് കിടക്കുന്നത് അല്ലേ? കട്ടിലിൽ സുഖമായി, അതിലും 6 ഇഞ്ച് ബെഡൊക്കെ ഇട്ട്, ഫാനിന്റെ സൗണ്ട്, AC-യുടെ സൗണ്ട്, വേറെ വേണമെങ്കിൽ മ്യൂസിക് ഇട്ടിട്ട്, ഇങ്ങനെയൊക്കെ പലതുമായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ഇപ്പൊ നമുക്ക് സാഹചര്യമില്ല. അപ്പൊ പ്രകൃതിയുമായി ചേർന്നിരിക്കുന്ന ജീവികൾക്ക്, ജന്തുക്കൾക്ക് പ്രകൃതിയിലെ മാറ്റങ്ങൾ അറിയാൻ കഴിയും. അവരതിന്റെ സൂചനകൾ തരും. അപ്പൊ ഇതിനെയൊക്കെ അന്ധവിശ്വാസങ്ങളെന്ന് മൂഢജനങ്ങൾ പറയും. ഏതൊക്കെയോ സൂക്ഷ്മമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമ്മുടെ പൂർവികര് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതാണ് സുനാമി വന്നപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോഴും ജന്തുക്കൾ അതിന്റെ ലക്ഷണം പ്രകടിപ്പിച്ചു. അവർ ഓടുകയായിരുന്നു. അത് ചില പശുക്കളൊക്കെ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബന്ധനസ്ഥരായ പശുക്കൾ മാത്രം പെട്ടുപോയി. പാവങ്ങൾ, കെട്ടിയിടാത്തതായിട്ടുള്ള ജന്തുക്കളൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് കാണാനും കേൾക്കാനും പറ്റാത്തത് ജന്തുക്കൾക്ക് കാണാനും കേൾക്കാനും പറ്റും. അപ്പോൾ മൃത്യു ദൂതന്മാർ വരുന്നത് ഇവർക്ക് കാണാമെന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കണ്ടു. ബഹൂനി അചഷ്ട. അപ്പൊ മൃത്യോഹോ ദൗത്യകരാണി ബഹൂനി ദുർനിമിത്താനി അചഷ്ട. അത് ഉഭയത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഭയത എന്ന് പറഞ്ഞാൽ 2 പ്രകാരത്തിലും എന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും. ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കും, ദുസ്വപ്നങ്ങൾ. ഉണർന്നിരിക്കുമ്പോൾ പുറത്തുനിന്ന് കേൾക്കും. കണ്ണ് തുറന്ന് അല്ലെങ്കിൽ ഉറക്കമില്ലാതെ പേടിച്ചിങ്ങനെ ഇരുന്നാല് പുറത്തുനിന്നുള്ളതായിട്ടുള്ള ഭയങ്കരങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കും. കണ്ണടച്ച് ഉറക്കം വന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കും ദുസ്വപ്നങ്ങൾ കൊണ്ട് ആക്രമിക്കും.
അപ്പൊ അതിനി വിസ്തരിച്ച് വരുന്നുണ്ട് 28-ാം ശ്ലോകം മുതൽക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മല്ലയുദ്ധത്തിനുള്ള ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം രാവിലെ നേരത്തെ ആജ്ഞാപിക്കുന്നതും നമുക്ക് നാളെ കാണാം. ഇന്ന് വൈകുന്നേരം ക്ലാസ്സില്ല, വൈകുന്നേരം പുറത്തൊരു പരിപാടിയുണ്ട്. അപ്പോൾ നാളെ തുടരാം. അത് കഴിഞ്ഞ് നാളെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാളെയാണ് അടുത്ത ക്ലാസ്. വൈകുന്നേരം കാത്തിരിക്കേണ്ട. ഹരി ഓം. നാരായണ.